ക്വിസിനെ പറ്റി അറിയുന്നത് 6th സ്റ്റാൻഡേർഡ് തൊട്ട് നമ്മുടെ സ്കൂളിലൊരു ക്വിസ് ക്ലബ്ബ് ഉണ്ട്. അപ്പോൾ അവിടെ കുറേ ടീച്ചേഴ്സ് നമുക്ക് ഈ ക്വിസിനെ എൻകറേജ് ചെയ്ത് ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ 2 ക്യാപ്റ്റന്മാരുണ്ട്. നമ്മൾ ഓരോ ആഴ്ചയും ക്വിസ് ക്ലബ്ബ് മീറ്റ് ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അതിൽ നിന്നാണ് ഈ ക്വിസിലേക്കുള്ള പാത ഞങ്ങൾക്ക് തുറന്നു തന്നത്. അവിടെ നിന്നാണ് ഞങ്ങൾ ക്വിസിലേക്ക് വരാൻ തുടങ്ങിയത്. പിന്നെ ഈ ക്വിസിന് ഞങ്ങൾ ഇതിന് മുമ്പ് നടന്ന അമൃത TV ഹോസ്റ്റ് ചെയ്ത ഈ ക്വിസുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് നോക്കി പഠിച്ചു. അങ്ങനെയാണ് നോക്കിയത്. ഇപ്പോൾ അവനിഷ്ടമുള്ള ടോപ്പിക്സ് അവൻ ചെയ്യാറുണ്ട്, എനിക്കിഷ്ടമുള്ള ടോപ്പിക്സ് ഞാൻ ചെയ്യാറുണ്ട്. കൂടുതലും ഇപ്പോൾ ഇൻ്റർനെറ്റ് റെഫറൻസ് ആയാലും ബുക്സുകളായാലും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ ക്വിസ് ക്ലബ്ബിൽ തന്നെ മീറ്റിംഗ്സിൽ അവർ ഒരുപാട് ഡിസ്കഷൻസ് നടത്താറുണ്ട്. ഇപ്പോൾ ക്വിസ് ക്ലബ് ടീച്ചേഴ്സ് ഒരുപാട് റെലവൻറ്റ് ഇൻഫർമേഷൻ അയക്കാറുണ്ട്, അതെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് ഞങ്ങളുടെ ഈ വർഷത്തെ തന്നെ 6ാമത്തെ കോമ്പറ്റീഷനാണ് തോന്നുന്നത്. ഞങ്ങൾ നാഷണൽസിൽ പോയിട്ടുണ്ടായിരുന്നു ICSEയുടെ അഹമ്മദാബാദിൽ. അത് ഞങ്ങൾക്ക് 4th പൊസിഷൻ കിട്ടി. അപ്പോൾ ഇതിനെല്ലാം ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വന്നപ്പോൾ അവസാനം ഇത്തിരി നന്നായി തോന്നി. ലാസ്റ്റ് റൗണ്ട് വരെ നമ്മൾ തന്നെയായിരുന്നു ഫസ്റ്റ്. ബട്ട് അവസാനത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ നമുക്ക് നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞപ്പോൾ ആൻസർ ജസ്റ്റ് ഒന്ന് മണ്ടിയിൽ വന്നതാണ്. ബട്ട് നമ്മൾ അത്ര കോൺഫിഡൻ്റ് ആയിരുന്നില്ല ആൻസർ. ബട്ട് അതർ ടീമായിരുന്നു ആ ക്വസ്റ്റ്യന് നമ്മളെക്കാൾ അറിവ്. അപ്പോൾ അവർക്ക് ആൻസർ കിട്ടി. സെക്കൻഡ് കിട്ടിയാലും സന്തോഷം തന്നെ. നമ്മൾ പറയില്ലേ, ലക്കിൻ്റെ ഫേവർ പോലെ തന്നെ മേ ബി ഗോഡ് വാസ് വിത്ത് ദം ടുഡേ.